കഴിവില്ലാത്തൊരു പ്രസിഡന്റ്, കഴിവില്ലാത്തൊരു ഭരണസമിതി, രാജിവെക്കൂ, പുറത്തു പോകൂ. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്തിക്കോട്. Contact 94472 44659 89218 37847. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് വർദ്ധിച്ചു വരുന്ന തെരുവുനായ പ്രശ്നത്തിനും കാട്ടുപന്നി ശല്യത്തിനും അടിയന്തര നടപടി ആവശ്യപ്പെട്ട് BJP ജനപ്രതിനിധികൾ നടത്തിയ പ്രതിഷേധം ശ്രദ്ധേയമായി. പട്ടിയുടെയും പന്നിയുടെയും ചിത്രങ്ങൾ കഴുത്തിൽ തൂക്കിയാണ് BJP ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഭരണസമിതി യോഗത്തിനെത്തിയത്. പഞ്ചായത്തിലെ രൂക്ഷമായ കാട്ടുപന്നി ശല്യവും തെരുവുനായ ആക്രമണവും തടയുന്നതിൽ അധികൃതർ പരാജയപ്പെട്ടെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. അഞ്ചൽ ചന്തമുക്കിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. കാട്ടുപന്നി ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ അവയെ തുരത്താൻ ഗൺമാനെ നിയമിക്കുക, തെരുവുനായ ശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പന്നി വന്ന് കുത്തിയിട്ടോ, അയ്യയ്യേ, കാണുന്നില്ലേ, കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ, കാണുന്നില്ല. എവിടെ എവിടെ ഗൺമാൻ, എവിടെ എവിടെ ഗൺമാൻ, എവിടെ പറയൂ പറയൂ പ്രസിഡന്റ്, എവിടെ എവിടെ ഗൺമാൻ, എവിടെ? മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് അമ്പാടി പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ അഞ്ചൽ പഞ്ചായത്തിന്റെ ഭരണസമിതി ഇവിടുത്തെ കൃത്യമായി പറഞ്ഞാൽ ഇവിടുത്തെ പ്രസിഡന്റ് അടക്കമുള്ളവർ ഇവിടുത്തെ സെക്രട്ടറിയെയും കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തുന്നത്. ഇവിടുത്തെ എല്ലാ ജനങ്ങളുടെ വിഷയങ്ങൾക്കും എതിരായി ഇവർ മുഖം തിരിക്കുകയാണ്. സ്വതന്ത്രപക്ഷവാദവും കെടുകാര്യസ്ഥതയും കുത്തി നിർത്തിക്കൊണ്ടാണ് ഇവരവരുടെ ആ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ നേരത്തെ നമ്മുടെ ആദരണീയ ഉപേക്ഷണം സൂചിപ്പിച്ചതുപോലെ കൃത്യമായി പറഞ്ഞാല് ഈ അഞ്ചലുള്ള എല്ലാ വിഷയങ്ങളെയും എടുത്ത് അതിന് പരിഹാരം കാണേണ്ട ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികള് അതിനോട് മുഖം തിരിക്കുന്ന ഒരു സമീപനം മാത്രമല്ല, ഇവിടുത്തെ പഞ്ചായത്തിന്റെ സെക്രട്ടറി ഉണ്ട്. ഇവിടെ 3-4 വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അദ്ദേഹത്തെ നേരത്തെ പോയി കാണുമ്പോ അവരെപ്പോഴും ഇവിടുത്തെ അധികാരി അല്ലെങ്കിൽ ഭരണത്തിന്റെ പ്രസിഡന്റ് അവരോടൊപ്പം നിൽക്കുന്നവരെ പറയുന്നത് മാത്രം കേൾക്കുവാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. ആദ്യമായി തന്നെ ഒരെണ്ണം സൂചിപ്പിക്കാനുള്ളത്, സെക്രട്ടറി ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ അതിന്റെ നിയമപരമായി പഠിച്ച് ജോലി നേടിയാണ് ഇവിടുത്തെ കസേരയിൽ ഇരിക്കുന്നതെങ്കിൽ, ഇവിടുത്തെ ജനങ്ങളുടെ കാര്യങ്ങൾ നടത്തുവാനായിട്ടാണ് നിങ്ങൾ അഞ്ചൽ പഞ്ചായത്തിന്റെ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇരിക്കുന്നതെങ്കിൽ, കൃത്യമായി ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ എല്ലാവരോടും ഒരേ നീതിയും ഒരേ ധർമ്മമായിരിക്കണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. അല്ലാതെ ഏകപക്ഷീയമായി നിങ്ങളെ ചില കൊടികളുടെ നിറങ്ങൾ നോക്കി മാത്രം അവരുടെ പാർട്ടി ഓഫീസിൽ നിന്നിരുന്ന നിർദ്ദേശങ്ങൾ മാത്രം നടത്തുവാനായിട്ടാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങളുമായി വരേണ്ടി വരും. മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ കിഴക്കൻ മലയോര പ്രദേശങ്ങളിലുള്ള ഏറ്റവും പ്രധാനമായ ഒരു ടൗണാണ് അഞ്ചൽ. ഈ അഞ്ചൽ പോലെയുള്ള ഒരു സ്ഥലത്ത് കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ആളുകൾ, നമ്മുടെ കൃഷിയുമായി ഉപജീവനം നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ജീവനോ അവരുടെ സ്വത്തിനോ അവരുടെ കൃഷികൾക്കൊന്നും യാതൊരുപരമായ ഉത്തരവാദിത്വം ഇവിടുത്തെ ഭരണസമിതി ഇവിടുത്തെ അധികാരി വർഗങ്ങൾ ചെയ്യുന്നില്ല. നേരത്തെ നമ്മളിവിടെ പ്രധാനമായും ഒട്ടനവധി വിഷയങ്ങൾ ഇവിടെ സൂചിപ്പിക്കാനുണ്ട്. അഞ്ചൽ പഞ്ചായത്തിലെ ഏതു കാര്യവും അതിന്റെ പൂർണ്ണതയിൽ അത് എത്തിത്തീർക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് പ്രധാനമായ ഈ ഒരു പ്രശ്നം, തെരുവുനായ പ്രശ്നവും പന്നിയുടെ ശല്യവും. നമുക്കറിയാം, വലിയ രീതിയിൽ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ കർഷകര് ഏതെങ്കിലുമൊക്കെ വിധത്തില് എവിടുന്നെങ്കിലും ഒരു സ്വന്തമായ ഒരു പൈസ സ്വരുക്കൂട്ടിക്കൊണ്ടൊരു കൃഷിയുമായി ബന്ധപ്പെട്ട് പോകുമ്പോ അതിന്റെ വിളവെടുപ്പ് സമയമാകുമ്പോ ഇത്തരത്തിലുള്ള പന്നികളുടെ ശല്യമാണ്. ഇതിനെതിരെ കോടതിയുടെ വിധിയുണ്ട്. നമുക്കൊരു ഗൺമാനെ വെക്കണമെന്നും ആ ഗൺമാന്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം. അത് ഇതുപോലെ നമുക്ക് അപകടകാരികളായിട്ടുള്ള വിളകൾ നശിപ്പിക്കുന്നതായിട്ടുള്ള പന്നികളെ ഷൂട്ട് ചെയ്യണമെന്നുള്ള ഒരു നിയമം നിൽക്കുമ്പോ ഇവിടുത്തെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് മുഖം ധരിക്കുന്ന ഒരു സമീപനവുമായിട്ടാണ് പോകുന്നത്. ഇവിടുത്തെ അധികാരികളോട് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ മുഖ്യ പ്രതിപക്ഷമാണ് ഭാരതീയ ജനതാ പാർട്ടി. ഇവിടെ 6 മെമ്പർമാര് ഈ പഞ്ചായത്തിൽ, ഈ അഞ്ചൽ പഞ്ചായത്തിന്റെ ജനങ്ങളുടെ ശബ്ദമായിട്ട് ഈ പഞ്ചായത്തിന്റെ സഭകൾക്കുള്ളിൽ അവർ സംസാരിക്കും. നിങ്ങൾ എത്ര അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഇവിടുത്തെ ജനങ്ങളുടെ ശബ്ദിക്കുന്ന മുഖമായി ഈ 6 പഞ്ചായത്ത് മെമ്പർമാരും നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ മര്യാദയ്ക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളോടൊപ്പം എല്ലാവിധ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഞങ്ങളുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർമാരുണ്ടാവും. അതല്ല, നിങ്ങളുടെ ഏകപക്ഷീയമായ നിങ്ങളുടെ രാഷ്ട്രീയമായ അജണ്ടയാണ് നിങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ അതിനെ
ജനകീയമായ പ്രക്ഷോഭത്തിലൂടെ ഈ ജനങ്ങളുടെ മുമ്പിലേക്ക് കൃത്യമായി എത്തിക്കുമെന്നും ഈ സമയം അറിയിക്കാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. പ്രതിഷേധത്തെ തുടർന്ന് വിഷയത്തിൽ പ്രതികരിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജനങ്ങളുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായി മനസ്സിലാക്കുന്നുവെന്നും ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി ഉടനടി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഉറപ്പു നൽകി. സംസ്ഥാന കൗൺസിൽ അംഗം സുമൻ ശ്രീനിവാസൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി വൈക്കൽ വിജയൻ, ട്രഷറർ ഷൈജു, ജില്ലാ സെക്രട്ടറി ശ്രീന ഉദയൻ, വൈസ് പ്രസിഡന്റ് ഉമേഷ് ബാബു, വാർഡംഗങ്ങളായ ജയന്തി, ആനന്ദി, മായ VS, ബബുൽദേവ്, ജില്ലാ സമിതി അംഗം അജി കുരുവിക്കോണം, സുനിൽ ദേവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് ജില്ലാ വിഷൻ, അഞ്ചൽ.